ചെടിച്ചട്ടി പോലും തട്ടിയിട്ടില്ല. എൻ്റെ ഒരു 10 മീറ്റർ അടുത്തുകൂടെയാണ് രാവിലെ ആന പോയത്. ഒരു തരത്തിലുള്ള അക്രമ സ്വഭാവവും കാണിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു വന്യജീവിയാണ്, ഏറ്റവും അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മൃഗമാണ്. ടൗണിന് നടുക്കാണ് നിൽക്കുന്നത്. അടുത്ത നിമിഷം ഏത് രീതിയിൽ അത് പെരുമാറുമെന്ന് നമുക്ക് ഒരു തരത്തിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ജനവാസ മേഖലയിൽ ആന നിൽക്കുമ്പോൾ അതിൻ്റെ ആശങ്ക എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല ചൂടാണ് വയനാട്ടിൽ കുറച്ച് ദിവസമായി. പ്രത്യേകിച്ച് ഉച്ചയ്ക്ക് ഒരു 12 മണി മുതൽ 3 മണി വരെ നമുക്ക് മനുഷ്യർക്ക് പോലും ഒരു 5 മിനിറ്റ് വെയിലത്ത് നിൽക്കാൻ പറ്റാത്ത അത്രയും തീക്ഷ്ണമായ വെയിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായി വയനാട്ടിൽ അനുഭവപ്പെടുന്നത്. താപനിലയും വളരെ ഉയർന്നാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു സമതല പ്രദേശങ്ങളിൽ കോഴിക്കോട് പോലും വെയിലിന് അത്ര തീക്ഷ്ണതയുണ്ടാകില്ല, അത്രയും ചൂടാണ് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സാഹചര്യം ഒക്കെ കണക്കിലെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ആന ഒരു തണലത്താണ് നിൽക്കുന്നത്. ആന പക്ഷേ അവിടെ നിന്ന് മാറിയാൽ എങ്ങോട്ട് പോകുമെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ നിൽക്കുന്നത് ഈ നഗരമധ്യത്തിൽ കുറേ ആഴത്തിലുള്ള ഒരു വയൽ ചതുപ്പ് പോലെയുള്ള പ്രദേശത്താണ്. അവിടെ ഇപ്പോൾ ആനയും സുരക്ഷിതമാണ്, പ്രദേശവാസികളും സുരക്ഷിതരാണ്. പക്ഷേ ആനയുടെ അടുത്ത മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തിടത്തോളം അത് ആശങ്ക തന്നെയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പുറപ്പെടുവിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ പ്രതിഷേധിക്കുന്നതാണ് ഈ ഉത്തരവ് വരാത്തതിൽ. കാരണം ടൗണിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇനിയും എന്തിന് വൈകിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ആളുകൾ അത്തരത്തിൽ പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം ആളുകളെ സംബന്ധിച്ച് എന്തൊക്കെയായാലും ഒരു കാട്ടാന വീട്ടുമുറ്റത്തു കൂടിയും ട്രഷറിയുടെ ഓഫീസിന് മുന്നിൽ കൂടിയും ഒക്കെ പോകുമ്പോൾ അത് ഭീതി തന്നെയാണ്, അക്രമം ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടി. ശരി, എന്തായാലും സ്വാഭാവികമായും പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്, പരിഭ്രാന്തിയിലാണ്. നേരത്തെ നമ്മളോട് സംസാരിച്ചവരൊക്കെ പറയുന്നത് പോലെ 30 വർഷത്തിന് ശേഷമാണ് ഒരു കാട്ടാന, അതായത് പലരും ആദ്യമായിട്ടാണ് മാനന്തവാടി ടൗണിലൊക്കെ ഒരു ആന ഇറങ്ങുന്നത് കാണുന്നത്. അതിൻ്റെ ആശങ്ക, അമ്പരപ്പ്, ഭീതിയൊക്കെ അവർക്കുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇപ്പോൾ ഇന്ന് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്, സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. പക്ഷെ എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. എത്രയും പെട്ടെന്ന് ഈ ആനയെ എങ്ങനെയെങ്കിലും തിരികെ കാട്ടിലേക്ക് കയറ്റണം എന്നുള്ള ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി അറിയേണ്ട കാര്യം. അക്രമാസക്തനായിട്ടില്ല ഇതുവരെ ആന, വളരെ ശാന്ത സ്വഭാവത്തിലാണ് ഇതുവരെ. അങ്ങനെയും എടുത്ത് പറയണം, നമുക്കറിയില്ല, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. എന്നാലും ഇന്നിപ്പം കോടതി പരിസരത്തേക്കും അതോ സബ് ട്രഷറി ഓഫീസിന് മുമ്പ് കൂടെയൊക്കെ ആന കടന്നു പോകുന്നുണ്ട്. എത്രയോ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വീടുകളുടെയും കടകളുടെയും മുന്നിലൂടെയും വാഹനങ്ങൾക്ക് ഇടയിലൂടെയൊക്കെ ആന പോയി. പക്ഷെ ഒരു തരത്തിലുള്ള നാശനഷ്ടവും എന്തായാലും ആന ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. 2 ആഴ്ച മുൻപ് കർണാടകയിലെ ഹസനിൽ നിന്ന് പിടികൂടിയ ആനയാണ് ഇത്. അന്ന് പിടികൂടിയതിനു ശേഷം നമ്മുടെ വയനാട് മുത്തങ്ങ ബോർഡറിലാണ് തുറന്നുവിട്ടത്. മൂലഹള്ളി എന്ന ഭാഗത്താണ് തുറന്നുവിട്ടത്. അവിടെ നിന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് ആന ഇപ്പോൾ മാനന്തവാടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇപ്പം എന്തായാലും ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബന്ദിപ്പൂരിനടുത്ത് മൂലഹള്ളിയിലാണ് ഈ ആനയെ തുറന്നു വിട്ടിരുന്നത്. അവിടെ നിന്ന് എത്രയോ ദൂരമുണ്ട്, കുറേ ദൂരമുണ്ട്. എന്തായാലും മാനന്തവാടി കബനി നദിയൊക്കെ മുറിച്ചു കടന്നാണ് ആന ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമുക്ക് ജില്ലാ കളക്ടറൊക്കെ കൃത്യമായ നിർദ്ദേശങ്ങൾ എന്തായാലും നൽകിയിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കാൻ ദയവ് ചെയ്ത ആളുകൾ ശ്രമിക്കുകയും വേണം. കാരണം നമ്മളോട് സംസാരിച്ചപ്പോൾ MLA അടക്കം, സ്ഥലം MLA OR കേളു അടക്കം പറഞ്ഞത് ആളുകൾ സഹകരിക്കണം എന്നുള്ളതാണ്. കളക്ടറുടെ ഉത്തരവ് ഒരിക്കൽ കൂടി വായിക്കാം. മാനന്തവാടി ടൗണിൽ കാട്ടാന ഇറങ്ങിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ആളുകൾ മാനന്തവാടി ടൗണിൽ വരുന്നത് പരമാവധി ഒഴിവാക്കണം. മാനന്തവാടി നഗരസഭ ഡിവിഷൻ 24, 25, 26, 27, ഇടവക പഞ്ചായത്ത് വാർഡ് 4, 5, 7 ഇവയുമായി ബന്ധപ്പെട്ട ഇവിടെ 144 പ്രകാരം നിരോധനാജ്ഞ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആനയെ പിന്തുടരുകയോ ഫോട്ടോ വീഡിയോ എടുക്കുകയോ ചെയ്യരുത്. ആനയെ പിടികൂടാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിച്ചു വരികയാണ് എന്നാണ് കളക്ടർ രേണുരാജ് ഇപ്പോൾ അറിയിക്കുന്നത്.